ലോകത്തെ എല്ലാ യുദ്ധങ്ങളിലും കയറി ഇടപെടുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. മറ്റൊരു രാജ്യങ്ങളും അങ്ങനെയുള്ള യുദ്ധങ്ങളിലൊന്നും ഏർപ്പെടാറില്ല. ഇപ്പോൾ അമേരിക്ക വളരെ ലൈവായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വലിയ യുദ്ധങ്ങളുണ്ട്. ഒന്ന് ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധമാണ്. അതിനകത്ത് അമേരിക്ക ഒരു നല്ല ഭാഗമായിട്ട് അമേരിക്ക അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെയാണ് ഇറാനും അമേരിക്കയായിട്ടുള്ള യുദ്ധം. അത് ഡയറക്റ്റ് യുദ്ധം തന്നെയാണ്, അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ലോകത്തുണ്ടായിട്ടുള്ള ഇതുപോലുള്ള വലിയ യുദ്ധങ്ങളിലെല്ലാം തന്നെ അമേരിക്ക അതിനകത്ത് കൊണ്ടുവന്ന് അവരുടെ മൂക്കിട്ട് ഉരയ്ക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാരണം ലോക പോലീസാണല്ലോ, അവർക്ക് എന്ത് ചെയ്യാം. പക്ഷേ അങ്ങനെ കളിച്ച് ഇപ്പോൾ വലിയ പ്രശ്നത്തിലാണ്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല. അതിന് പണച്ചെലവൊക്കെ കുറേ ഉണ്ടാകുന്നുണ്ട്. അത് കുറേ ആയുധങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഉക്രൈൻ ആയുധമൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഉള്ളൂ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് പോലെ തന്നെ തുരുമ്പിച്ച ആയുധങ്ങളൊക്കെ ഉക്രൈന് വിറ്റ് കാശും വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ പ്രശ്നം അതല്ല. ഒരുപാട് പൊള്ളി, ഒരുപാട് സാമ്പത്തികമായിട്ട് അമേരിക്ക ഒരുപാട് സാമ്പത്തിക തകരാറ്, സാമ്പത്തികമായ ഒരു പിന്നോക്കാവസ്ഥ അമേരിക്കയ്ക്കുണ്ടായി ഈ യുദ്ധം മൂലം. അത്രത്തോളം നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ ആയുധ ശേഖരങ്ങൾ അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മിസൈലുകളൊക്കെ വളരെ കുറഞ്ഞു. ദീർഘദൂര മിസൈലുകളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അമേരിക്കയുടെ തന്നെ എയർഫോഴ്സ് അവർ യഥാർത്ഥത്തിൽ ട്രംപിനടുത്ത് പറഞ്ഞു, ഇതുകൊണ്ട് മാത്രമായിട്ട് ഇറാനെ കീഴടക്കാൻ ഒക്കത്തില്ല. അതായത് ഈ ആകാശത്തു നിന്നുള്ള യുദ്ധം കൊണ്ട് മാത്രമായിട്ട് ഇറാനെ കീഴടക്കാൻ പറ്റത്തില്ല. മിലിറ്ററി ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഒരു കാരണവശാലും അവിടെ ഇറാനെ ശരിയായ രീതിയിൽ കീഴടക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഇതുകൊണ്ടൊന്നും ഇറാൻ അതൊന്നും പ്രശ്നമൊന്നുമില്ല. അവർ ഇവിടുന്ന് വലിയ കാര്യത്തിൽ മിസൈൽ അങ്ങോട്ട് കത്തിച്ചു വിടുമ്പോൾ ഇവന്മാർ തോളിലെടുത്ത് വെച്ച് ഉള്ള മിസൈൽ അത് നിന്ന് കത്തിച്ചു വിട്ട് വിമാനം അടിച്ച് താഴെ ഇടുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഒരു രസകരമായ ഒരു സംഭവമുണ്ട്. രസകരമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഇതുപോലെ ഇത്രയും വലിയ പവർഫുള്ളായിട്ടുള്ള ലോകത്തെ ഏറ്റവും അധികാരം കൈയാളുന്ന ആ രാജ്യത്തലവൻ എന്ന് പറയുന്ന ആൾ വേറെ ആരുമല്ല, ട്രംപ് തന്നെയാണ്. കാരണം അമേരിക്ക വലിയ രാജ്യം, അതുപോലെ തന്നെ വലിയ സൈനിക ശക്തി, അമേരിക്കയ്ക്ക് അതേപോലെ തന്നെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഇതെല്ലാം ഉണ്ട്. അവരെ കയ്യിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇതിലെല്ലാം കുറവ് വന്നു. അതായത് സാമ്പത്തിക നഷ്ടം വന്നു, ആയുധശേഷി ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇനി അത് രണ്ടാമത് വീണ്ടും റീകൂപ്പ് ചെയ്ത് എടുക്കണം, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അതിനോടൊപ്പം ഇപ്പോൾ വന്നേക്കുന്നത് ട്രംപിൻ്റെ ജീവന് അപായം വരും എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 28 ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് തന്നെ ഒരിടപാടുണ്ടായത്. അതായത് ഇറാനെ ആക്രമിച്ചു. ഇറാനിൻ്റെ പരമോന്നത നേതാവായ ആയിരുന്ന ആയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചു. അതിൻ്റെ കുടുംബങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ ഖൊമേനി മാത്രമാണ് അതിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടേക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ അവിടുത്തെ പരമോന്നത നേതാവായിട്ട് മാറുന്നത്. അപ്പോൾ അയാൾ കൊല്ലപ്പെട്ടെന്നൊക്കെ ഇവിടെ വലിയ വീരവാദമൊക്കെ അടിച്ചു. പക്ഷേ അയാൾ അതിനകത്ത് അവിടെ അദ്ദേഹം ലൈവായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഇപ്പോൾ പ്രക്ഷേപണമൊക്കെ ചെയ്തു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ഉറപ്പാണ്. വേറെ കുഴപ്പമൊന്നും പറ്റിയതായിട്ട് കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ മുറിവൊക്കെ പറ്റിക്കാണോ, അതൊക്കെ ഏതായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വൈരാഗ്യം ഉണ്ടല്ലോ, അവരുടെ പരമോന്നത നേതാവിനെ കൊന്നതിൻ്റെ വൈരാഗ്യം അവർ മറക്കത്തൊന്നുമില്ല. അതവരുടെ ഈ കാണും. യുദ്ധം നിർത്തിവെച്ചില്ലെങ്കിലൊന്നും അതൊന്നും മാറുമെന്ന് തോന്നുന്നില്ല ഒരിക്കലും. ഇപ്പോൾ ഈ യുദ്ധം മൂലം ഉണ്ടായതെന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് ഇതിൽ വലിയ നാശമുണ്ടായി. ലോകം മുഴുവനായിട്ട് വലിയ നഷ്ടത്തിൽ ലോകം മുഴുവനായി ഉണ്ടായി. കാരണം ക്രൂഡിൻ്റെ വില അത്ര ഭയാനകമായ രീതിയിൽ ഉയരണ്ടായിട്ട് വന്നു. അങ്ങനെ വന്നു. വിദേശീയ നാണയം അതായത് ബാക്കി രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക വ്യവസ്ഥയിലെല്ലാം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ അതല്ല പ്രശ്നം. ഇപ്പോൾ ട്രംപ് പോലും ഈ അമേരിക്കൻ പ്രസിഡന്റ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യത്തലവൻ എന്ന് പറയുന്ന ആൾ ഭയന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ട്രംപിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് പ്രശ്നം. ഒരിടത്ത് കയറി ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. രണ്ട് പേർക്കാണ് ഉറക്കമില്ലാത്ത രാത്രി. ഒന്ന് നെതന്യാഹു,
നെതന്യാഹുവിനൊന്നും ഇവർ വെറുതെ വിടുമെന്ന് നമുക്ക് ഒരിക്കലും കരുതാക്കത്തില്ല. അതേപോലെ തന്നെ ട്രംപ്, ഇറാന് ഈ അമേരിക്ക ഇല്ലാതെ ഒരു കാരണവശാലും ഇസ്രായേലിന് അമേരിക്കയുടെ പിൻബലമില്ലാതെ ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കാൻ ഒക്കത്തില്ല, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ചെയ്താൽ ഇറാൻ അത് തവിടിപൊടിയാക്കും. അവിടെ അമേരിക്കയുടെ പിൻബലത്തിലാണ് നിന്ന് ഈ പയറ്റുന്നതെല്ലാം. അങ്ങനെ നെതന്യാഹുവിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്. ട്രംപിനിപ്പോൾ ഉണ്ടായേക്കുന്ന പ്രശ്നം, നാറ്റോ ഉച്ചകോടി പങ്കെടുക്കാനായിട്ട് ട്രംപ് സാധാരണ ഫ്ലൈ ചെയ്യുന്ന വിമാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എയർഫോഴ്സ് 1 വളരെ, അതായത് അത് പറക്കാനുണ്ടല്ലോ, 1 മണിക്കൂർ പറക്കാൻ നമ്മുടെ 1 കോടി രൂപ വേണം, ചിലവാകും. ആ വിമാനത്തിനകത്താണ് യഥാർത്ഥത്തിൽ ട്രംപ് പോകുന്നത്. തുർക്കിയിലെ അങ്കാറയിൽ വെച്ചായിരുന്നു ഈ നാറ്റോയുടെ മീറ്റിംഗ്. അപ്പോൾ അങ്കാറയിൽ ചെന്നു, ഈ മീറ്റിങ്ങിന് പോയി. അത് മീറ്റിങ്ങിന് ചെന്ന് അങ്കാറയിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ട്രംപ് പോയത് ബ്രിട്ടനിലേക്കാണ്, ലണ്ടനിലേക്കാണ്. അപ്പോൾ ബ്രിട്ടനിലേക്ക് പോകുന്ന ട്രംപിന് എയർഫോഴ്സ് 1 ട്രംപ് യാത്ര ചെയ്യുന്നത് പ്രശ്നമാണെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു. പ്രശ്നമാണ്, കാരണം എയർഫോഴ്സ് 1 അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇടപാട് ഇറാനുണ്ട്, അത് പ്രശ്നമാവും എന്ന് വന്നു. അപ്പോൾ അത് ജീവന് ഭീഷണിയാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ട്രംപ് അതേപോലെ, എന്നാൽ ഇത് പുറത്ത് പറയുന്ന മോശമാണല്ലോ. ട്രംപ് എല്ലാവരും അതിനകത്ത് ഫ്ലൈറ്റ് കയറി. ട്രംപിനോടൊപ്പം മാർക്കോ റൂബിയോ യാത്ര ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരു ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ഏതാണ്ട് 100 പേരുടെ ഒരു സംഘമുണ്ട് ഈ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ട്. അവരും അതിൽ ഉണ്ട്. ഈ ട്രംപ് എല്ലാവരെയും കൈയൊക്കെ വീശി കാണിച്ച് വളരെ വലിയ ചാടിക്കയറി ഇതിനകത്തങ്ങ് കയറുന്നവരെ കാണിച്ചു. അവിടെ കയറി ഇന്ന് കയ്യൊക്കെ കാണിച്ചു. വിമാനത്തിൻ്റെ വാതിലടച്ചു. ഈ വാതിലടച്ചപ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് കാറ്ററിംഗ് യൂണിറ്റിൻ്റെ ഒരു വാൻ നിർത്തിയിട്ടുണ്ട് എതിർവശത്ത്, ഈ വിമാനത്തിൻ്റെ മറുവശം. അവിടെ വാതിൽ അങ്ങോട്ട് തുറന്നിട്ട് ഈ കാറ്ററിംഗ് യൂണിറ്റിൻ്റെ ആ ഫ്രെയിം ഉണ്ടല്ലോ മുകളിലേക്ക് പൊക്കി. അങ്ങനെ സാധാരണ അങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നത് എന്താണെന്നറിയാം, ഇപ്പം രോഗികളെ ട്രാൻസ്പോർട്ട് ചെയ്യാനോ ഈ ഡെഡ് ബോഡി ഇറക്കാനോ ഒക്കെ ഉള്ളതാണ് ഇങ്ങനെ പൊക്കി പറയുന്നത്. അങ്ങനെ രോഗികളെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പൊക്കിയിട്ട് അദ്ദേഹം ഈ മറുവശത്തൂടെ നടന്ന് ഇതിന് കാറ്ററിംഗ് യൂണിറ്റിൻ്റെ അതിൽ കയറി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് പോയി കയറിയത് അടുത്ത ഒരു ഫ്ലൈറ്റ്, എയർഫോഴ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് വേറെ കിടപ്പുണ്ട്, ഒരു യുദ്ധവിമാനം, അതിനകത്ത് കയറി. അതിനകത്താണ് ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തത്. എന്നിട്ട് ബ്രിട്ടനിൽ ചെന്ന് ഇറങ്ങി. അപ്പോൾ ഈ മറ്റേ വിമാനവും കൂടെ പോകുന്നുണ്ട്. ഇറങ്ങിയപ്പോഴും സംഭവിച്ചെന്താ, എയർഫോഴ്സ് 1 വന്നതിന് ശേഷമാണ് മറ്റേത് വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഈ ട്രംപ് പോയ ഈ മറ്റേ യുദ്ധവിമാനം ലാൻഡ് ചെയ്തിട്ട് ഇതേപോലെ സർക്കസ് നടത്തി അതിൻ്റെ മറുവശത്തെ വാതിലിലൂടെ ഇതിനകത്ത് തിരിച്ച് കയറിയിട്ട് ട്രംപ് സാധാരണ വരുന്നത് പോലെ എയർഫോഴ്സ് 1 ഇറങ്ങി വന്നു, കൈയെല്ലാം വീശി കാണിച്ചു, എല്ലാം പോയി. ഈ ട്രംപ് പോയി അതിനകത്ത് യാത്ര ചെയ്തില്ല എന്നുള്ള വിവരം യഥാർത്ഥത്തിൽ ഇറാൻ അറിയാൻ പാടില്ലായിരുന്നു. അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഒന്ന് ആലോചിക്കണം, ഈ ബാക്കി അതിനകത്ത് യാത്ര ചെയ്തേക്കുന്ന ആളുകളുടെ ജീവന് വിലയൊന്നുമില്ലേ, മാർക്കോ റൂബിയോ ഉൾപ്പെടെ ഉള്ളവരുടെ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഏതായാലും ഭയന്ന ഓട്ടത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റിന് ഗതികേട് വന്നല്ലോ, ഒരിക്കലേ വന്നിട്ടുള്ളൂ. മുമ്പ് വന്നത് അന്ന് ബിൻ ലാദൻ ഉണ്ടല്ലോ ആക്രമിച്ച്, ഈ പെൻറ്റഗൺ ഉൾപ്പെടെ ആക്രമിച്ചത് സംഭവം, ആ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തത്. അന്ന് യഥാർത്ഥത്തിൽ ഹൈഡിങ്ങിൽ ഒളിവിൽ പോയത് ഈ അമേരിക്കൻ പ്രസിഡന്റിനെ ഒളിവിൽ കൊണ്ടാക്കി എന്നുള്ളത് ഒരു സത്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ട്രംപ് ഒളിവിൽ പോയിരിക്കുന്നത് ഈ ഒരു തരത്തിലാണ്. ഇനിയും കൂടുതൽ നമുക്ക് ഈ ഒളിച്ചോട്ടം പ്രതീക്ഷിക്കാം.